ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണ ഉള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന വാക്യമാണ്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്,
ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതയാത്ര എങ്ങനെ ആയിരിക്കണമെന്നുള്ള വിഷയമാണ്. 13 മുതലായ വാക്യങ്ങൾക്കകത്ത് നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങൾ നടന്നതുപോലെ നിങ്ങൾ പോകുന്നവരായിട്ടല്ല, യഥാർത്ഥമായി കർത്താവിനോട് ചേർന്ന് നിന്ന് വസിക്കുന്ന, യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ പങ്കാളികളായി നിങ്ങൾ തീരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരങ്ങളായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ 300 സംവത്സരങ്ങൾ താൻ ദൈവത്തോട് കൂടെ നടക്കുവാൻ തനിക്ക് കൃപ ലഭിച്ചു എന്നുള്ളതാണ്. തൻ്റെ അവസാനത്തിൽ താൻ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ടും ദൈവം തന്നെ എടുത്തുകൊള്ളതിനാലും കാണാതെയായി എന്നും ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ക്രിസ്തു വിശ്വാസികളോടും ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തോട് കൂടെ വസിക്കുകയും ദൈവത്തോട് കൂടെ വാഴുകയും എന്നും ഒക്കെയുള്ള ആശയവും അർത്ഥവുമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇയ്യോബിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്ന കാര്യമായിരുന്നു. എണ്ണമിട്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഗുണങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുകയാണ്. 1, തൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 2, തൻ്റെ സത്യസന്ധത, തൻ്റെ നേരുള്ള ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 3, തനിക്ക് ദൈവമായുള്ള ഭക്തിയുടെ ആഴത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 4, ദോഷങ്ങളെ വിട്ടകന്നുകൊണ്ട് താൻ ഓരോ ദിവസങ്ങളും തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് താൻ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു എന്ന് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇതേ തലങ്ങളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്താലും വിളിച്ച് വേർതിരിക്കപ്പെടുന്ന ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും അവരുടെ ഇന്നലകളുടെ ജീവിതത്തെ മാതൃകയാക്കാതെ വിളിച്ച ദൈവത്തെ മാതൃകയാക്കിക്കൊണ്ടും ആ ദൈവത്തിൻ്റെ മുൻപിൽ ഹാനോക്കിനെ പോലെ ഇയ്യോബിനെ പോലെയും ഓരോ ദിവസങ്ങളും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടും ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുവാനും നാം ഒരുങ്ങേണ്ടവരാണ്. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതാണെന്നുള്ള ദൈവത്തിൻ്റെ ഈ വചനമാണ് ഈ ദൈവവചന ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മയും വിളിച്ചു വേർതിരിച്ചു വച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്ക് ഹാനോക്കിനെ പോലെ ദൈവത്തോട് അടുത്തു ചെന്ന് ദൈവത്തോട് കൂടെ നടക്കുവാൻ ഉത്സാഹിക്കുന്നവരായി തീരണം. യോബിനെ പോലെയും ഏറ്റവും ശ്രേഷ്ഠമേറിയ സാക്ഷ്യം പ്രാപിക്കുന്നവരായി തീരണം. അതിന് നമ്മൾ ഉത്സാഹിക്കണം, പ്രയത്നിക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ തലങ്ങളിൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തോട് കൂടെ വസിക്കുന്നവരും നടക്കുന്നവരുമായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അതിനുവേണ്ടി ഉത്സാഹിക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി സമർപ്പിക്കാനും ദൈവം സഹായിക്കണമേ. അതിനുവേണ്ടി യേശു സഹായിക്കുമാറാകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.